ഞാൻ റോഡ് സുരക്ഷാ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കും. ഞാൻ ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കും. ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കും. കൂട്ടുകാരെ നമസ്കാരം. ഇന്ന് നവംബർ 16 തീയതിയാണ്. ഇന്ന് ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ചരിത്രപ്രസിദ്ധമായ പുതുപ്പള്ളി പള്ളിയുടെ മുറ്റത്താണ്. ഇപ്പം ഈ പള്ളിയിൽ ഒരു വിശേഷപ്പെട്ട പ്രാർത്ഥന നടക്കുന്നുണ്ട്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. അപകടത്തിൽ മരിച്ചവരെ അനുസ്മരിക്കുകയും അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും പിന്തുണയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും എല്ലാത്തിനും ഉപരിയായി റോഡ് അപകടങ്ങളെക്കുറിച്ച് ഒരു അവബോധം ഉണ്ടാക്കിക്കൊടുക്കുക എന്നുള്ളതുകൂടിയാണ്. നമുക്കറിയാം, ഒരു വലിയ സമൂഹത്തെ നമുക്ക് ഒറ്റയ്ക്ക് മാറ്റിയെടുക്കാൻ സാധിച്ചു എന്ന് വരികയില്ല. എന്നാൽ നമുക്ക് നമ്മെ തന്നെ മാറ്റിയെടുക്കുവാൻ തക്കവണ്ണം സാധിക്കും. അപ്രകാരം റോഡിൽ വാഹനങ്ങൾ ഓടിക്കുമ്പോഴും റോഡിൽ യാത്ര ചെയ്യുമ്പോഴുമൊക്കെ നാം പാലിക്കേണ്ട റോഡ് മര്യാദകളെക്കുറിച്ചും ഗതാഗത മാർഗങ്ങളുടെ നിർദ്ദേശങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് ഇനിയുള്ള നിമിഷങ്ങളിൽ ഒരു സന്ദേശം നൽകുവാൻ തക്കവണ്ണം ഒരു ചെറിയ മീറ്റിംഗ് ഇവിടെ സംഘടിപ്പിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇത് ഒന്നാമത്തെയാണ് കണ്ണിന് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അറിയിച്ചത്. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരിൽ നഷ്ടപ്പെടുന്നവരെ ഓർമ്മിക്കുന്നത് ഒരാൾ നഷ്ടപ്പെട്ടു പോയാൽ ആ വീട്ടിലെ ഒരു നാടനോ ഒരു സഹോദരനോ സഹോദരിയോ അല്ലെങ്കിൽ നമുക്ക് അതുപോലെ വേണ്ടപ്പെട്ട ആൾക്കാരാണ് മരണം സംഭവിക്കുന്നത്. ഇതുമൂലം അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അവരുടെ കഴിവുകളും അല്ലെങ്കിൽ അതുമൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ആ വീട്ടുകാർക്കാണ് കൂടുതലായിട്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ഇത് നമ്മുടെ സമൂഹത്തിലും ബാധിക്കും. കാരണം നമ്മുടെ 2023 267 പേരാണ് ഓരോന്നും മരണപ്പെട്ടു പോയി. 4000-ത്തിനടുത്ത് ഇതുമായിട്ട് മറ്റ് ഇത് വന്നിട്ടുണ്ട്. അതുപോലെ 2024 237 പേർ മരണപ്പെട്ടു. അത് നമ്മുടെ കോട്ടയം ജില്ലയിലാണ്. സംസ്ഥാനത്തുള്ള 4000-4500 പേർക്കാണ് വരുന്നത്. ഈ ഒക്ടോബർ വരെ കണക്കുപ്രകാരം നമ്മുടെ കോട്ടയം ജില്ലയിൽ 260 പേരാണ് റോഡ് അപകടങ്ങൾ കൊണ്ട് മരിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ വാഹനം ഓടിക്കുന്ന രണ്ടു കൂട്ടരുടെയും ഉണ്ട് അതിൻ്റെതായ ആ സംസ്കാരത്തിന്റെ കുഴപ്പമാണ്. ആരും എതിരെ വരുന്ന ഒരു വാഹനത്തെ കടത്തിവിടാനോ അല്ലെ വഴി കൊടുക്കാനോ എന്റെ സർവീസിൽ പത്തിരിക്കാൻ വാഹനം പരിശോധിക്കുന്നതിൽ ആരും എന്റെ കുഴപ്പം കൊണ്ടാണ് അപകടം ഉണ്ടായെന്ന് ശ്രമിക്കാറ്. വേറെ എതിരെ വരുന്നവൻ നിർത്തിയില്ല, അല്ലെ സിഗ്നൽ ഇട്ടില്ല. അത് നമ്മൾ ഓരോരുത്തരും ഇന്നിവിടെ കൂടിയിരിക്കുന്നവർ ഈ അടുത്ത നമ്മുടെ നവംബർ 16 ആകുന്ന സമയങ്ങളിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ റോഡിൽ വാഹനമായിട്ട് ഇറങ്ങുമ്പോഴോ അല്ലെ കാൽനട പോകുമ്പോഴോ റോഡ് നിയമങ്ങൾ പാലിക്കാൻ നിങ്ങൾ പാലിക്കും എന്ന് ഒരു പ്രതിജ്ഞ എടുത്തു. അതുകൊണ്ട് നമുക്ക് അടുത്ത വർഷത്തെ ഈ ആചരണ ദിവസം ഇതിന്റെ അപകടത്തിന്റെ നിരക്ക് കുറയ്ക്കാൻ സാധിക്കും. പൂർണ്ണമായും ഇത് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് നമ്മളെല്ലാവരും ശ്രമിച്ചതാണ് നടക്കുന്നത്. ഞങ്ങൾ നിലവിലുള്ള ഉദ്യോഗസ്ഥര് ഒരു പരിധിവരെ നിയമങ്ങൾ നിങ്ങളിൽ അടിച്ചേൽപ്പിക്കാനോ അല്ലെങ്കിൽ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനോ സാധിക്കും. സ്വയം നിങ്ങൾ തീരുമാനമെടുക്കുക. ഞങ്ങൾ റോഡ് നിയമങ്ങൾ പാലിക്കുന്നു. നിങ്ങളുടെ കൂട്ടത്തിലുള്ളവർക്ക് വിദേശങ്ങളുടെ ജോലിയായിരിക്കും. അവിടുത്തെ നിയമങ്ങൾ കൃത്യമായിട്ട് കഴിയുമ്പോൾ കേരളത്തിൽ നിന്ന് കഴിയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് കഴിയുമ്പോൾ നമ്മുടെ നിയമങ്ങൾ പാലിച്ചില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊരു തോന്നലാണ്. ഇന്ന് നമ്മുടെ ഇന്നത്തെ പ്രമേയം നഷ്ടപ്പെട്ട
പ്രതിഫലമാണ്. ഈ പ്രതിഫലം എന്ന് പറഞ്ഞാൽ ബന്ധപ്പെട്ട ഓരോരുത്തരും അവർ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്തമായ കഴിവുള്ളവർ അല്ലെങ്കിൽ കുടുംബത്തിലേക്ക് അവരിൽ നിന്നും ലഭിക്കേണ്ടതായ കാര്യങ്ങളാണ് നഷ്ടപ്പെട്ടു പോകുന്നത്, എല്ലാ സമൂഹത്തിലാണ്. അതിനാൽ ഈ നവംബർ 16 എന്നതിൽ നമ്മുടെ ലോക അന്താരാഷ്ട്രത്തിൽ തന്നെ ഇങ്ങനൊരു ഓർമ്മ പുതുക്കൽ നടത്തുന്നതാണ്. അത് റോഡ് നിങ്ങളുടെ കടസ്റ്റൽ ക്രോസിംഗ് ഞങ്ങളൊരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വാഹനവും ആൾക്കാരൊക്കെ ക്രോസ് ചെയ്യേണ്ട സിഗ്നൽ വരകൾ ഉണ്ടെങ്കിലും നിർത്താതെ അവരൊരു ഈ കാൽനടയാത്രക്കാർക്ക് യാതൊരു പരിഗണനയും കൊടുക്കാതെ പോകും. ഇപ്പൊ തന്നെ ഇന്നലെ തന്നെ നിങ്ങൾ എല്ലാ ദിവസവും ദിനപത്രങ്ങൾ വായിച്ചാൽ അറിയാം, ഈ രീതിയിലുള്ള അപകടങ്ങൾ കൂടിപ്പോയിരിക്കുകയാണ്. ഏതായാലും ഇങ്ങനെയൊരു നമുക്കിങ്ങനെ ഒതുക്കിയെടുക്കാനും ഇവിടെ കൂടാനും സാധിച്ചത് ഭഗവാനോടെ നിങ്ങളെ നന്ദി അറിയിക്കുന്നു. എന്നെ വിളിച്ചതിലും ഈ ചർച്ചിന്റെ ഭാഗമായിട്ട് ഇടപെട്ട് നന്ദി അറിയിക്കുന്നു. ഇപ്പോൾ എല്ലാവർക്കും ചേർന്ന് ഈ റോഡ് അപകടവുമായിട്ട് ബന്ധപ്പെട്ട നിയമപാലകർ നമ്മളോട് പറയുന്നതായിട്ടുള്ള ഓരോ സംഗതികളും പാലിക്കും എന്നുള്ളതിന്റെ അടിവെച്ച് പറഞ്ഞുകൊണ്ട് പ്രതിജ്ഞ എല്ലാവർക്കും ഏറ്റുകൊണ്ടാണ്. ഞാൻ റോഡ് സുരക്ഷാ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കും. ഞാൻ ഇരുചക്ര വാഹനം ഓടിക്കുമ്പോൾ ഹെൽമറ്റ് ധരിക്കും. ഞാൻ കാറിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കും. ഞാൻ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ സീബ്ര ക്രോസ് ഉപയോഗിക്കും. ഞാൻ വാഹനം ഓടിക്കുമ്പോൾ ഇടതുവശം ചേർന്ന് പോകും. ഞാൻ റോഡരികിലൂടെ നടക്കുമ്പോൾ റോഡിന്റെ വലതുവശത്ത് കൂടി നടക്കും. ഞാൻ ഒരു റോഡ് സിഗ്നലും മറികടക്കില്ല. ഞാൻ മദ്യപിച്ചോ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചോ മയക്കത്തിലോ വാഹനം ഓടിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കും. ഈ ഒരു പ്രതിജ്ഞ ജീവിതത്തിലുടനീളം പാലിക്കണം ഓരോരുത്തർക്കും ഇടയാവട്ടെ. ഇപ്പോൾ ഈ ഒരു മീറ്റിംഗിന് നന്ദി അർപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഇടവയുടെ സഹപട്ടക്കാരനായിരിക്കുന്ന കുറിയാക്കോസ് ക്ഷണിക്കും. പ്പെട്ടവരെ റോഡ് അപകടത്തിൽപ്പെട്ട് മരിച്ചവരെ പ്രത്യേകമായിട്ട് ഓർക്കുന്ന ദിനമാണല്ലോ. അവരെ ദേവാലയത്തിന് എല്ലാ സംഭാവനകളെയും ഈ സമയത്ത് നന്ദിയോടെ നമുക്ക് ഓർക്കാം. ഒരു ആത്മാവിന് നിത്യശാന്തി ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. റോഡ് സുരക്ഷയെപ്പറ്റി വളരെ അർത്ഥവത്തായ ഒരു ക്ലാസ് എടുത്ത കോട്ടയത്തെ എൻഫോഴ്സ്മെന്റ് RTO കെ ശിവസാറിനോടുള്ള നന്ദി സ്നേഹവും ഇടയ്ക്ക് വേണ്ടി ഈ സമയത്ത് അറിയിക്കുന്നു. സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട കുര്യാക്കോസ് ഏലിയാസിനോടുള്ള നന്ദി അറിയിക്കുന്നു. വെച്ച് നമുക്ക് ചൊല്ലിത്തന്ന ബഹുമാനപ്പെട്ട മനീഷ് മാത്യു അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട മനീഷിന്റെക്കാൾ അച്ഛനാണ്. അച്ഛനോടുള്ള നന്ദി അറിയിക്കുന്നു. ലോണിലെ പോലീസ് ഓഫീസറോടും നമ്മുടെ ഇടവയിലെ ട്രസ്റ്റി ജോലിശാലയോടുമുള്ള നന്ദി ഒറ്റവാക്കി ഈ സമയത്ത് അറിയിക്കുന്നു. ഇപ്പോൾ നമ്മൾ പോയിരിക്കുന്നവരെയും അതുപോലെ തന്നെ പ്രത്യേകിച്ച് റോഡ് ആക്സിഡന്റുകളൊക്കെയും നമ്മൾ പോയിരിക്കുന്നവരെയും ഓർത്തുകൊണ്ട് വാർത്ത നടത്തുന്നു. ദൈവം No.